ഹലോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് LK ബെന്നറ്റ് ലണ്ടൻ എന്നുള്ളതിൻ്റെ ഒരു യൂറോപ്യൻ ബ്രാൻഡിൻ്റെ ബാഗുകളാണ്. ഒരുവിധം മിഡ് ലെവൽ ലക്ഷറി ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ എല്ലാ ബാഗുകളും ഒരു അതിന് പറ്റിയൊരു അതിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ബാഗും അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റെഡും ഈ ഗോൾഡൻ കളറും ഒരേപോലത്തെ ബാഗുകളാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ പുതിയ മോഡൽ വന്നപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സെയിൽ അവർ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ശരിക്കും ഓർമ്മയില്ലെങ്കിലും അറൗണ്ട് $300 അടുത്താണ് വരുന്നത്. അതിൽ എഴുതിയിട്ടില്ല. ഓക്കെ. ഇപ്പോൾ ഈ ഗോൾഡൻ കളർ നോക്കുകയാണെങ്കിൽ ഇതിനൊരു നല്ല ഷൈനിങ് ഗോൾഡിൻ്റെ ഒരു ഫിനിഷിംഗ് ആണുള്ളത്. ഇതിൽ ആക്ച്വലി ഇത് ലെതറാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ പാറ്റൻറ്റഡ് ലെതർ. ഇതാണ് അവരുടെ ഒരു ലേബിൾ അവിടെ ഉണ്ട്. പിന്നെ അത് ടോപ്പ് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത്. നമ്മളിത് തുറക്കുകയാണെങ്കിൽ ഇതിനൊരു ക്രോസ് ബോഡിയോ ഓർ ഷോൾഡർ ബാഗായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പ് ഉണ്ട്. അത് ഒരു ഗോൾഡൻ കളറിൽ തന്നെയാണ്. മുഴുവൻ ചെയിനായിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്. കാണാം. തുറക്കുകയാണെങ്കിൽ അതിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്കത് സ്ട്രാപ്പ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലും തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബീച്ച് കളറിലുള്ള ഒരു കോട്ടൺ ലൈനിങ് ആണുള്ളത്. പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട്, വല്ല ക്രെഡിറ്റ് കാർഡ് അങ്ങനെ വെക്കാനായിട്ട്. ഇത് അത്ര വലിയ ബാഗെന്ന് പറയാൻ പറ്റില്ല. ഒരു മിനി ബാഗ് സൈസ് ഓർ ഒരു നാനോ സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഈവനിങ് ബാഗായിട്ട് ഓർ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. ഇതിൻ്റെ ക്ലാസ്പാണ് ഒരു ഭംഗിയുള്ള ഒരു ക്ലാസ്പാണ്. ബട്ട് ഇതിന് സ്നാപ്പ് ക്ലോഷറാണ്. പക്ഷെ അതിൻ്റെ ഈ ക്ലോഷർ സൈഡിൽ അതിൻ്റെ അവരുടെ ഒരു ലോഗോ വെച്ചിട്ടുള്ളതാണ്. ഇതിന് റോയൽസൊക്കെ ഈ ഇതിൻ്റെ ചില ഡിഫറെൻറ്റ് ബാഗുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ പലയിടത്തും കാണാം അതിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബാഗാണുള്ളത്, ഈ മെറൂൺ കളറിലുള്ള ഒരു ബാഗ്. അപ്പോൾ ഇതൊരു ബർഗണ്ടി പറയാം. അപ്പോൾ ഇത് സെയിം ഇത് തന്നെ. അതിനൊരു ടോപ്പ് ഹാൻഡിലുണ്ട്. ഇത് തുറക്കുകയാണെങ്കിൽ ചെയിൻ ആയിട്ടുള്ള ഒരു ഷോൾഡർ സ്ട്രാപ്പ് വേണമെങ്കിൽ പോലെ യൂസ് ചെയ്യാം. പിന്നെ ഇതിലെ പേപ്പറുകൾ നമ്മളെടുത്ത് മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും ഒരു കോട്ടൻ്റെ ലൈനിങ് ആണുള്ളത്. സ്നാപ്പ് ക്ലോഷർ. ഇതിൻ്റെ ഈ ലോഗോ അവരുടെ ഫേമസ് ആണ്. ഭംഗിയുള്ള ഇത് തന്നെയാണ് ഇതിരിക്കുന്നത്. പിന്നെ ഈ ബാഗ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി വലിയൊരു സൈസാണ്. ഇതിൻ്റെ എറൗണ്ട് ഒരു €500 അടുത്താണ് ഇതിൽ ലേബലിലുള്ളത്. പക്ഷേ ഇത് ഡിസ്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം അതിൻ്റെ ഹാഫ് ദ പ്രൈസ് നമുക്ക് വാങ്ങാൻ പറ്റും. ചില സമയത്ത് ചില ബാഗുകൾ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്ന കാരണം നമുക്ക് വാങ്ങാൻ പറ്റും. ഇതൊരു നല്ല ഒരു എന്താ പറയുക, ബേബി പിങ്ക് കളറാണ്. ഇതിൻ്റെ ക്ലോഷർ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഭംഗിയുള്ളൊരു ക്ലോഷറാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഓപ്പൺ. ലൈക്ക് ഒരു സൈഡിലൊരു ബട്ടൺ പോലത്തെ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് തുറക്കാം. ഇതും ഒരു ടോപ്പ് ഹാൻഡിൽ തന്നെയാണ്. തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ കാണാം.
ഇത് നമുക്ക് ടോപ്പ് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാം, ഓർ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷോൾഡർ ബാഗോ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, ഓർ ക്രോസ് ബോഡി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഇതിൽ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ക്യാരി ചെയ്യണമെങ്കിൽ ഇത് കുറച്ചൊരു നല്ല ബാഗാണ്. നമ്മളിപ്പോൾ വർക്ക് ബാഗായിട്ടും ലാപ്ടോപ്പൊന്നും വെക്കേണ്ട, പക്ഷേ കുറച്ച് സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യണമെങ്കിൽ ഇതിന് ഒരു 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു സിപ്പായിട്ടുള്ള ചെറിയൊരു പോക്കറ്റും കൂടി കാണാം. മുമ്പിലും ഒരു പോക്കറ്റ് ഉണ്ട്, ലൈക്ക് കീസോ എന്തെങ്കിലും ഇടാനായിട്ട്. ഉള്ളിൽ എല്ലാം ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതിന്. ഇറ്റ് ഈസ് വെരി ഈസി ക്ലോഷർ ടു. ഈ 3 ബാഗുകളും ഭംഗിയുള്ള കളേഴ്സുമാണ്. ഇതാണ് 3 ബാഗുകൾ. ഇനി അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.